അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്പെയിനിൻ്റെ ചരിത്രം ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷങ്ങളിൽപ്പെട്ടവയാണ്. സ്പെയിനിൽ ഇസ്ലാം എത്തുന്നത് 700കളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ധാരാളം താരിഖ് ബിൻ സിയാദിനെ പോലെ, മൂസ ബിൻ നുസൈറിനെ പോലെ ധാരാളം വീരാളികളായ ആൾക്കാർ ആ ഭാഗത്തേക്ക് എത്തുകയും അവിടെ ഇസ്ലാം വ്യാപനം നടത്തുകയും ചെയ്യുന്നുണ്ട്. നിരവധി പോരാട്ടങ്ങളുടെ ചരിത്രം അതിൻ്റെ പിറകിലുണ്ട്. എന്നാൽ അവിടെ ഒരു ഭരണം വളരെ സുശക്തമായി വരുന്നത് അത് ഉമയ്യാക്കളുടെ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം, ഏകദേശം 740കൾക്ക് ശേഷം ഉമയ്യകൾ ദമാസ്കസ് കേന്ദ്രീകരിച്ചിട്ടുള്ള അവരുടെ ഭരണം വളരെ ദുർബലമാവുകയും അബ്ബാസി റെവല്യൂഷൻ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടെ ആയിരുന്നല്ലോ. ആ ഒരു കാലഘട്ടത്തിലാണ് ഉമയ്യാക്കളിലെ പ്രധാനപ്പെട്ട ഒരു രാജകുമാരൻ അബ്ദുറഹ്മാൻ അദ്ദാഖിൽ, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ഒന്നാമൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം ആ ഭാഗത്തു നിന്ന് രക്ഷപ്പെടുകയും ഇന്നത്തെ സ്പെയിൻ ഭാഗത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. അത് 750കളിലെ പശ്ചാത്തലത്തിലാണ്. ഏകദേശം 6 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രയത്ന ഫലമായി 756 അവിടെ ഒരു എമിറേറ്റ് ഇമാറത്ത്, ഒരു ഉമവി ഇമാറത്ത് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. ഞാൻ മുറാബിത്തൂൻ്റെയും മുവഹിദുകളുടെയും ചരിത്രവും അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും വിശദീകരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് അവിടെ ഒരു വ്യവസ്ഥാപിതമായ ഭരണം രൂപപ്പെട്ടത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു ആമുഖം എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ അവരെത്തുകയും ഏകദേശം 756 അദ്ദേഹം ഇമാറത്ത്, എമിറേറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനം സ്ഥാപിക്കുന്നു. അത് 929 വരെ ഒരു ഇമാറത്തായി തന്നെയാണ് നിലകൊണ്ടത്. എന്നാൽ 929 മുതൽ അബ്ദുറഹ്മാൻ മൂന്നാമൻ്റെ കാലഘട്ടം മുതൽ അത് ഖിലാഫത്തായി പ്രഖ്യാപിക്കപ്പെടുന്നു. നമുക്കറിയാം, അതേ സമയത്ത് തന്നെ ബാഗ്ദാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് അബ്ബാസി ഖിലാഫത്ത് സജീവമാണ്. ഈ ഖിലാഫത്ത്, ഉമയ്യ ഖിലാഫത്തിനെ തകർക്കാനുള്ള ചില പദ്ധതികളൊക്കെയും അബ്ബാസികളുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ പോലും അത് പരാജയപ്പെടുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അവിടെയാണ് ഖിലാഫത്ത് എന്ന നിലയിൽ ഉമയ്യാക്കൾ 929 മുതൽ അബ്ദുറഹ്മാൻ ദാഖിലിന്റെ കാലഘട്ടം മുതൽ അവിടെ ഭരിക്കുന്നത്. അത് 1030 വരെയുള്ള പശ്ചാത്തലം വരെ നീണ്ടു നിൽക്കുകയും, എന്നാൽ പലവിധ കാരണങ്ങളാൽ സാധാരണ ഒരു മുസ്ലിം ഡൈനാസ്റ്റി എങ്ങനെയാണ് പരാജയപ്പെടുന്നത്? അവരുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, ഡൈനാസ്റ്റി ആയതുകൊണ്ട് തന്നെ അത് കുടുംബ ഭരണമായിരിക്കുമല്ലോ, ഒരു മൊണാർക്കിയാണ്, ഒരു ഡൈനാസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള തല്ലിൽ, അധികാര വടംവലികൾ, അവരുടെ ധൂർത്ത്, അതുപോലെ തന്നെ അഴിമതി, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ആഭ്യന്തരമായി തന്നെ നേരിടുകയും അതിൻ്റെ ഫലമായി വൈദേശിക മേഖലകളിൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ ശക്തി ആർജിക്കുകയും ഇവരുടെ അധികാരം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് സാധാരണ എല്ലാ ഡൈനാസ്റ്റികളും പരാജയപ്പെടുന്നത്. അത് നമുക്ക് ഉമയ്യാക്കളുടെ പരാജയത്തിലും കാണാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ ത്വായിഫ് എന്ന് വിളിക്കപ്പെടുന്ന, മുലൂക്ക് തവാഫ് എന്ന് വിളിക്കപ്പെടുന്ന പെക്റ്റി കിങ്ഡംസ് എന്ന് നമ്മൾ വിളിക്കുന്ന വിവിധ ഡൈനാസ്റ്റികൾ ആ ഭാഗത്ത് രൂപപ്പെടുന്നത്. ഈ ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ അൽ മുറാബിത്തൂൻ, അല്ലെങ്കിൽ അതിനുശേഷം അൽ മുവഹിദൂൻ എന്നൊക്കെ പറയുന്ന നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ഡൈനാസ്റ്റികളുടെ ഉദയത്തിന് പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ കൂടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്നതിനേക്കാളും അപ്പുറം അവിടുത്തെ സാമൂഹിക, സാംസ്കാരിക, മതപരമായ മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ പ്രകടമായിരുന്നു. അത് പലപ്പോഴും ഇസ്ലാമിന് തന്നെ അനുഗുണമാവുന്ന രീതിയിലായിരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ അവിടെ രൂപപ്പെട്ട പലവിധ തിയോളജിക്കൽ ഗ്രൂപ്പുകൾ, ഫിഖ്ഹി മദ്ഹബുകൾ, സൂഫി വിഭാഗങ്ങൾ, രാഷ്ട്രീയ ശക്തികൾ, അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇൻഡിപെൻഡൻ്റായി രൂപപ്പെട്ട സ്വതന്ത്ര ഭരണകൂടങ്ങൾ, ഇതെല്ലാം അവിടെ തമ്മിൽ ധാരാളം ആഭ്യന്തരമായ, ഈ മുസ്ലിം പ്രദേശത്ത് ആഭ്യന്തരമായ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമുക്കറിയാം, ഈ സ്പെയിൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇന്നത്തെ മഗ്രിബ്, അതായത് മൊറോക്കോ അടക്കമുള്ള ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ്. അതായത് നോർത്ത് ആഫ്രിക്കയുടെ ഭാഗങ്ങളും അതിൻ്റെ കൂടെ തന്നെ സ്പെയിനിൻ്റെ ഭാഗങ്ങളും എല്ലാം ചേർത്തുകൊണ്ടാണ് അന്ന് നമ്മൾ അന്തുലുസി എന്നൊക്കെ കരുതുന്ന ആ പ്രദേശമുള്ളത്. കാരണം ആരാണോ അന്തുലുസിൽ ഭരിക്കുന്നത് അവർക്ക് മൊറോക്കോയെ അടക്കമുള്ള തുനീഷ്യ, മൊറോക്കോ, അൾജീരിയയുടെ ചില ഭാഗങ്ങൾ, സെനഗൽ, കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങിയാൽ അങ്ങനെ ചില ഭാഗങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇവർ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെയും
ജനങ്ങളെ ഒരുപോലെ കൺട്രോൾ ചെയ്യുവാൻ തക്ക കഴിവുള്ള ഭരണാധികാരികൾ ഈ 1030കൾക്ക് ശേഷം ഇല്ലാതായി എന്നതും അവിടെ മുസ്ലിങ്ങളുടെ അധികാരം ദുർബലമാവാൻ കാരണമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്ന അൽ മുറാബിത്തൂൻ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രൂപ്പിന്റെ ഉദയത്തിനും അതിന് കാരണങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മുറാബിത്തൂന്റെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അത് മുറാബിത്തൂൻ എന്ന് പറയുന്ന ആ പദത്തിന് തന്നെ നമുക്കറിയാം, അത് റിബാത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. റബത്ത എന്ന പദത്തിൽ നിന്നാണല്ലോ. അതിൻ്റെയൊക്കെ വിശദീകരണം നമുക്കറിയാം. സൂറ ആൽ ഇമ്രാൻ 200-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു വസാബിറു വറാബിതു എന്ന് യുദ്ധ മേഖലകളിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് സ്വബർ പാലിക്കുവാനും യുദ്ധസജ്ജരാകുവാനും വിശ്വാസികളെ കൽപ്പിക്കുന്ന ആ ആയത്തിൽ നിന്ന് കടമെടുത്തുന്ന ഒരു കൺസെപ്റ്റാണ് റിബാത്ത്. ഒരു ടെൻറ്റ് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണല്ലോ അത് ഉപയോഗിക്കുന്നത്. അതായത് എപ്പോഴും യുദ്ധസജ്ജരായ, എന്തും ചെയ്യാൻ തയ്യാറാവുന്ന, വിശ്വാസത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരാശയമാണ് റിബാത്ത് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നാണ് മുറാബിത്തൂൻ എന്നുള്ള പദം രൂപപ്പെടുന്നത്. അതിൻ്റെ വളർച്ചയും അതിൻ്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാക്കളെയും നേതാക്കളെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഈ ഒരു വിഭാഗം രൂപപ്പെടാനുള്ള പശ്ചാത്തലം എങ്ങനെ ഒരുങ്ങി എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. പ്രധാനമായും കാരണം അവിടുത്തെ ഒരു മുസ്ലിങ്ങളാണെങ്കിൽ പോലും, അതായത് നോർത്ത് ആഫ്രിക്കയുടെയും ഇന്നത്തെ സ്പെയിനിൻ്റെയും ചുറ്റുപാട് ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളിൽ വേണ്ടത്ര ഇസ്ലാമികമായ പാഠ്യങ്ങളും ജീവിത രീതികളും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു പഠനം നമുക്ക് ഇതിൻ്റെ ഒരു കാരണമായി വിശദീകരിക്കുന്നത് കാണാം. ഈ ഭാഗത്തുണ്ടായിരുന്ന ബെർബർ എന്ന് പറയുന്ന ഗോത്ര വിഭാഗങ്ങളാണ്. അവർക്കാണ് കൂടുതൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അത് സൻഹാജ പോലുള്ള പ്രധാനപ്പെട്ട വലിയ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഭാഗങ്ങൾക്ക് വേണ്ടത്ര ഇസ്ലാമികമായ ആശയങ്ങൾ ശക്തമായിരുന്നില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അബ്ദുള്ള ഇബ്നു യാസീൻ എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു പണ്ഡിതൻ തന്നെയായിരുന്നു. ഒരു തരത്തിൽ നമുക്ക് അദ്ദേഹത്തെ ആധുനിക ടേം ഉപയോഗിച്ചുകൊണ്ട് സൂഫി എന്ന് വിളിക്കാമെങ്കിൽ പോലും തസവൂഫിനെ തന്നെ ക്രിട്ടിക്കലായി കാണുന്ന ഒരു പണ്ഡിതനും കൂടെ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ ഭാഗത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള അനാചാരങ്ങളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ശരിയായ ഇസ്ലാമിൻ്റെ ഒരു പ്രാക്ടീസിങ് അവിടെ നടക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉയർന്നു വരുന്നത്. അപ്പോൾ മുറാബിത്തൂൻ എന്ന ഗ്രൂപ്പിൻ്റെ ഉദയത്തിൻ്റെ പ്രധാന കാരണം തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിവരവും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലും അവരുടെ സാംസ്കാരിക അടയാളങ്ങളിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് മുറാബിത്തൂൻ എന്ന് പറയുന്ന വിഭാഗം രൂപപ്പെടുന്നത്. അതാണ് പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ട ഒരു കാരണം. മറ്റൊന്ന്, നേരത്തെ നമ്മൾ വിശദീകരിച്ചിരുന്നത് പോലെ വിവിധ മുസ്ലിം ഭരണകൂടങ്ങൾ അവിടെ ഭരിച്ചിരുന്നു എന്നതുകൊണ്ട് അവിടെ വളരെ ദുർബലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വിഘടിതമായിരിക്കുന്ന മുസ്ലിം സമൂഹം, വിവിധ ഗ്രൂപ്പുകളായി മാറിയിരിക്കുന്ന അധികാരി വർഗം, അതിൻ്റെ കൂടെ തന്നെ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ജനത, അതിൻ്റെ കൂടെ തന്നെ ശരിയായ ഒരു പവർ ശൂന്യത, ഒരു ശക്തിയുടെ ഒരു പവർ വാക്വം ഈ പറയുന്ന മഗ്രിബ് സ്പെയിൻ ഭാഗത്ത് കണ്ടു എന്നതും മുറാബിത്തൂൻ്റെ വളർച്ചയ്ക്ക് ഒരു കാരണമായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊന്ന്, സാമൂഹികവും അതുപോലെ തന്നെ ഈ ഗോത്രവർഗത്തിൻ്റെ ഒരു യൂണിഫിക്കേഷൻ, അവരുടെ ഒരു ഏകോപനം ഇവരുടെ ഉദയത്തിന് കാരണമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സൻഹാജ പോലുള്ള പ്രധാന ഗോത്രങ്ങൾ, ബെർബർ ഗോത്രങ്ങൾ, അവരെയെല്ലാം ഒരുമിപ്പിക്കുവാനും ഒരുമിപ്പിക്കുന്നതിലൂടെ വിവിധ ഗോത്രങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങൾക്കിടയിലുള്ള വിഘടിത മാനങ്ങളെ, പ്രശ്നങ്ങളെ നീക്കം ചെയ്യുവാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് മുറാബിത്തുകൾക്ക് ഉയർന്നു വരുവാൻ കഴിഞ്ഞു. മറ്റൊന്ന്, ഇവിടെ ഒരു എക്സ്റ്റേണൽ ത്രെട്ടായിരുന്നു. ഈ മുസ്ലിങ്ങൾ, അവിടെ താമസിക്കുന്ന മുസ്ലിം ഭരണകൂടങ്ങൾ, നമുക്കറിയാം സ്പെയിനിൻ്റെ ഒരു പൊതുവായ പ്രത്യേകത ചുറ്റുപാടുമുണ്ടായിരുന്ന ക്രിസ്ത്യൻ ഭരണകൂടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിരന്തരം ഭീഷണി, അവിടെ ഉണ്ടായിരുന്ന ചെറിയ കിങ്ഡംസ്, രാജകുടുംബങ്ങളാണെങ്കിലും ഭരണകൂടങ്ങളാണെങ്കിലും നാടൻ അധികാരികളാണെങ്കിലും അവർക്ക് നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ആ ഭാഗത്തെ അന്ദലൂസിലെ പ്രധാനപ്പെട്ട ഒരു പ്രാന്ത രാജകുടുംബമാണ് അൽഫോൺസോ ആറാമൻ്റെ കീഴിലുള്ള ക്രിസ്ത്യൻ ഭരണകൂടം. ഈ അൽഫോൺസോ ആറാമൻ നിരവധി തവണ മുസ്ലിം ഭാഗത്തേക്ക് അറ്റാക്ക് ചെയ്യുകയും അവിടെ ഒരുപാട് ആക്രമണങ്ങൾ അഴിച്ചു വിടുകയും ചെയ്തു. അതുപോലെ തന്നെ ടോളഡോ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശം, അത് 1185 അവരുടെ ഒരു തകർച്ച സംഭവിക്കുന്നുണ്ട്.
അത് ഈ ത്വായിഫ രാജഭരണകൂടങ്ങളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാരുമെല്ലാം മുറാബിത്തൂൻ വിഭാഗത്തെ സഹായത്തിന് അഭ്യർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും എത്തി. അതായത് ഈ അൽഫോൺസോ ആറാമൻ്റെ നിരവധി അറ്റാക്കുകളും അതുപോലെ തന്നെ ടോളഡോ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ തകർച്ചയും അവിടെ ഉണ്ടായിരുന്ന വിവിധ മുസ്ലിം ഭരണകൂടങ്ങളെ അൽ മുറാബിത്തൂൻ എന്ന് പറയുന്ന വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സൈനിക ഒരു ആർമി പോലെ ആയിരുന്നു അവരുണ്ടായിരുന്നത്. നമ്മൾ മുറാബിത്തൂനെ കുറിച്ച് വിശദീകരിക്കാം. എന്നാൽ ഞാൻ പറയുന്നത് മുറാബിത്തൂൻ്റെ ഒരു രംഗപ്രവേശനം അത് മെയിൻ കാരണം അവിടുത്തെ ജനവിഭാഗം തന്നെ അവരെ സഹായത്തിന്, ശത്രുക്കൾക്കെതിരെ, ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾക്കെതിരെ സഹായത്തിന് ക്ഷണിക്കുന്നതിലൂടെയാണ് അത് സംഭവിക്കുന്നത്. മറ്റൊരു മുറാബിത്തൂൻ്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം ഈ അബ്ദുള്ള ഇബ്നു യാസീനിൻ്റെയും അതുപോലെ തന്നെ പിന്നീട് അതിനുശേഷം ഭരണാധികാരിയായ യൂസുഫ് ഇബ്നു താഷിഫിൻ്റെയും വളരെ കരിസ്മാറ്റിക്കായ, സ്ട്രോങ് ആയ, വളരെ എഫക്റ്റീവായ ലീഡർഷിപ്പ് തന്നെയായിരുന്നു. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽ വളരെ അത്ഭുതകരമായിരുന്നു. വളരെ ദുർബലമായിരുന്ന ആ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടി വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ ഒരു ഭരണ സംവിധാനം ഒരുക്കുവാനും ഒരു സംഘാടനം ഉണ്ടാക്കുവാനും അവർക്ക് കഴിഞ്ഞു എന്നത് നമുക്ക് ഈ ചരിത്രം നോക്കുവാൻ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ജനങ്ങൾ നീതി, ഒരു സാമൂഹികമായ സന്തുലിതാവസ്ഥ, കറപ്ഷനെതിരെ, മർദ്ദനങ്ങൾക്കെതിരെ, സാമൂഹികമായ അസന്തുലിതാവസ്ഥയ്ക്കെതിരെ ഒരു ശരിയായ ഭരണകൂടവും നേതൃത്വവും വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പശ്ചാത്തലവും കൂടിയിട്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ഭാഗത്ത് മാലിക്കി മദ്ഹബിൻ്റെ നല്ലൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ മാലിക്കി മദ്ഹബ് പ്രധാനമായും നമുക്കറിയാം, മാലിക്കി മദ്ഹബിൻ്റെ ഒരു പ്രത്യേകത മദീനയിലെ സ്വഹാബികളുടെയും താബികളുടെയും ആ കാഴ്ചപ്പാടിലൂടെ വളർന്നു വന്ന മദ്ഹബാണല്ലോ. ഇമാം മാലിക് റഹിമഹുല്ല ആ നിലപാടായിരുന്നല്ലോ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഈ സലഫുസാലിഹ്യങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതേപടി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച മാലിക്കി മദ്ഹബിൻ്റെ കാഴ്ചപ്പാടും ഈ ഒരു ഭരണകൂടത്തിന് ഒരു വളരെ സഹായമായിട്ടുണ്ട്. കാരണം മുറാബിത്തൂൻ വിഭാഗങ്ങൾ ഈ അബ്ദുള്ള ബിൻ യാസീനും അതുപോലെ തന്നെ യൂസുഫ് ഇബ്നു താഷിഫിനൊക്കെയും മാലിക്കി മദ്ഹബിൻ്റെ അനുയായികളായിരുന്നു. അപ്പോൾ മാലിക്കി മദ്ഹബിൻ്റെ പണ്ഡിതന്മാരുടെയും അനുയായികളുടെയും സഹായം മുറാബിത്തൂങ്ങളുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായി മാറി എന്നും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായ കാരണങ്ങൾ. ഈ കാരണങ്ങളിലൂടെയാണ്, അതിനെയൊക്കെ അതിജയിച്ചു കൊണ്ടാണ് മുറാബിത്തൂൻ വിഭാഗം അധികാരത്തിൽ ഏറുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ തവായിഫുകൾ പല ഭാഗങ്ങളിൽ ഛിന്ന ഭിന്നമായിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അത് കൊർദോബ, സെവില്ലെ, ഗ്രാനഡ, വലൻഷ്യ, ടോളഡോ, സറഗോസ, ബദാജോസ് ഇങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്ന വിവിധ പ്രദേശങ്ങളിൽ വിവിധ പെറ്റി കിങ്ഡംസ് ആയിട്ട് ഭരിക്കുന്നവർ, എന്നാൽ പരസ്പരം ഒരു ഐക്യവുമില്ലാതെ പലപ്പോഴും തങ്ങളുടെ എതിർ മുസ്ലിം ഭരണകൂടങ്ങളെ എതിർക്കുവാൻ വേണ്ടി ക്രിസ്ത്യൻ ഭരണകൂടങ്ങളുടെ സഹായം പോലും ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ പെറ്റി കിങ്ഡംസ് മാറിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് വളരെ ദുർബലരായ ഈ മുസ്ലിം ഭരണകൂടങ്ങൾ അൽ മുറാബിത്തൂൻ എന്ന് പറയുന്ന ശക്തരായ ഒരു പാരാമിലിറ്ററി ഒരു സംഘാടനത്തെ സഹായത്തിന് വിളിക്കുകയും അവരവിടെ വരികയും അങ്ങനെയാണ് അവർ അധികാരത്തിലേക്ക് എത്തുവാൻ കാരണമാവുകയും ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ ഒരു പശ്ചാത്തലം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൽ മുറാബിത്തൂൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ വിശദീകരിക്കേണ്ടതുണ്ട്. ഏകദേശം 11-12 നൂറ്റാണ്ടുകളിലാണ് ഇവരുടെ ഒരു പ്രധാനമായ സാന്നിധ്യം ഉള്ളത്. അബ്ദുല്ലാഹിബിന് യാസീൻ അദ്ദേഹം ഏകദേശം 1042-43 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ഈ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു അധികാരത്തിലേക്ക് ഉയർന്നു വരുന്നത്. അദ്ദേഹം പിന്നീട് മുറാബിത്തൂൻ സ്റ്റേറ്റ് സ്ഥാപിക്കുകയും അത് പ്രത്യേകിച്ച് മറാക്കഷ്, മൊറോക്കോയിലെ പ്രധാനമായും മറാക്കഷ് എന്ന് പറയുന്ന ഭാഗത്ത് 1062 ക്യാപിറ്റൽ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ അധികാരം വളരെ മഗ്രിബും അന്ദുലുസും അടക്കമുള്ള ഇന്നത്തെ സ്പെയിൻ അടക്കമുള്ള വിവിധ ഭാഗങ്ങളിലേക്ക് ഇവർ അധികാരം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഏകദേശം 90 വർഷമാണ് മുറാബിത്തൂൻ ഈ സ്പെയിന്, അന്ദുലുസ്, അതായത് ഈ നമ്മുടെ നോർത്ത് ആഫ്രിക്ക, മഗ്രിബ് അടക്കമുള്ള ഭാഗങ്ങൾ ഭരിച്ചത്. അത്രത്തോളം വലിയ ഒരു ചരിത്രം, 90 വർഷക്കാലത്തിൻ്റെ ചരിത്രം ഈ സമൂഹത്തിനുണ്ട്. ബർബർ സമൂഹത്തിൻ്റെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ മറ്റുള്ള ട്രൈബുകളുടെയും സഹായത്തോടും കൂടിയിട്ടാണല്ലോ ഈ നോർത്ത് ആഫ്രിക്ക, അന്ദുലുസ് അടക്കമുള്ള ഭാഗങ്ങളിൽ ഇത്രയും കാലം അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ചയിൽ മതപരമായ ഒരു റിഫോം, മിലിറ്ററി ശക്തി, അതുപോലെ തന്നെ ലീഡർഷിപ്പ് പ്രധാന കാരണമായും
മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിലെ പ്രധാന ലീഡർ നമ്മൾ നേരത്തെ വിശദീകരിച്ച അബ്ദുല്ലാഹിബ്നു യാസീനാണ്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഈ ലോക്കൽ ലീഡറാണ് യഹ്യ ഇബ്നു ഇബ്രാഹിം ജദ്ദാലി. അദ്ദേഹമാണ് അബ്ദുല്ലാഹിബ്നു യാസീൻ എന്ന് പറയുന്ന റിഫോം ലീഡറിനെ, ഒരു സ്പിരിച്വൽ ലീഡറിനെ, ഒരു പണ്ഡിതനെ, ഒരു സ്കോളറിനെ, എന്നാൽ കരിസ്മാറ്റിക്കായ ഒരു ലീഡറിനെ ആ ഭാഗത്തേക്ക് വിളിച്ചു വരുത്തുന്നത്. അദ്ദേഹം അവിടെ വരികയും അവിടെ ഇസ്ലാം വ്യാപനത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിബാത്ത് എന്ന് പറയുന്ന ഒരു സംഘാടനമുണ്ട്. ഈ സെനഗൽ നദീതീരങ്ങളുടെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹം ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നത്. പിന്നീടാണ് ഞാൻ നേരത്തെ പറഞ്ഞ യഹ്യ ബിൻ ഇബ്രാഹിം അൽ ജദ്ദാലി അദ്ദേഹത്തെ ആ ഭാഗത്തേക്ക് ക്ഷണിച്ചു വരുത്തുകയും അങ്ങനെ അദ്ദേഹം ഈ ഇവരുടെ മൊറോക്കോ ആ ഭാഗങ്ങളിലേക്ക്, സ്പെയിൻ ഭാഗത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെയും ഈ പറയുന്ന ലോക്കൽ ലീഡറിൻ്റെയും സഹായത്തോടു കൂടി അവിടെയുണ്ടായിരുന്ന ഖുറാഫാത്തുകളെ നീക്കം ചെയ്യുവാനും അതിന് മിലിറ്ററി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്തി. അതിന് ജിഹാദ് എന്ന പേരിലായിരിക്കും സ്വാഭാവികമായും ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വിവിധ ഗോത്രങ്ങളെ ഇല്ലാതാക്കുകയും, അതായത് ഗോത്രങ്ങളെ അദ്ദേഹത്തിൻ്റെ ഭരണ കീഴിലേക്ക് എത്തുകയും, പ്രധാനമായും ദ്രാ, സിൽജിൽ മസ, മാസ്മുദ, അതുപോലെ തന്നെ ബർഗാവത്ത, അങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെയും തങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിലേക്ക് അബ്ദുല്ലാഹിബ്നു യാസീന് കൊണ്ടുവരാൻ കഴിഞ്ഞു. അബ്ദുല്ലാഹിബ്നു യാസീൻ അദ്ദേഹത്തിൻ്റെ ഈമാൻ്റെയും തഖ്വയുടെയും മാലിക്കി മദ്ഹബിനോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് കാര്യത്തിൽ വളരെ ഫേമസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാടാണ് അദ്ദേഹം മൊറോക്കോയുടെ എല്ലാ ഭാഗത്തും സൂക്ഷിച്ചിരുന്നത്. അവിടെ ഒരു സോഷ്യൽ ജസ്റ്റിസ് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ സക്കാത്ത് കളക്ട് ചെയ്ത്, ഭരണകൂടത്തിൻ്റെ കീഴിൽ കളക്ട് ചെയ്ത് അത് വേണ്ട സൂക്ഷ്മമായ രീതിയിൽ നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആ ഭാഗങ്ങളിലുണ്ടായിരുന്ന വിവിധ മുസ്ലിം ഭരണകൂടങ്ങൾ ജനങ്ങളിൽ നിന്ന് അക്രമപരമായി പിടിച്ചു വാങ്ങിയിരുന്ന പല ടാക്സുകളും അദ്ദേഹം നിർത്തലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരേ സമയം തന്നെ ഒരു പണ്ഡിതനായും അതേസമയം തന്നെ ഒരു ഭരണകർത്താവായും ജീവിച്ചിരുന്ന ആളായിരുന്നു കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹം അബ്ദുല്ലാഹിബ്നു യാസീൻ എന്ന് പറയുന്നത് ഒരു കരിസ്മാറ്റിക് ലീഡർ, ഒരു വലിയൊരു ഔറ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇദ്ദേഹം ഹിജ്റ 451 ഇദ്ദേഹം ഷഹീദാവുകയാണ് ചെയ്യുന്നത്. അതായത് ബർഗാവത്ത എന്ന് പറയുന്ന ഗോത്രമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ അദ്ദേഹം അവിടെ ഷഹീദാവുകയും റാബത്ത് ഭാഗത്ത് അദ്ദേഹത്തെ ദഫനടക്കുകയും ഖബറടക്കുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗൈഡൻസിൽ മുറാബിത്തൂൻ ഭരണകൂടം വളരെ ശക്തമായി മാറുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഷഹാദത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായിരുന്ന അബൂബക്കർ ഇബ്നു ഉമർ അധികാരത്തിലേറുന്നു. ഈ അബൂബക്കർ ഉമറിൻ്റെ കാലഘട്ടവും പിന്നീട് ഈ മുറാബിത്തൂൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും ശക്തമായ കാലഘട്ടമായി മാറുന്നതും നമുക്ക് കാണാം. ഇങ്ങനെ നീണ്ട ചരിത്രം അവർക്കിടയിലുണ്ട്. ഈ അബൂബക്കർ ഇബ്നു ഉമർ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായിരുന്ന യൂസുഫ് ഇബ്നു താഷ്ഫീന് അധികാരം കൈമാറുന്നുണ്ട്. യൂസുഫ് ഇബ്നു താഷ്ഫീൻ്റെ നേതൃത്വത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ പിന്നീട് പഠിക്കുന്ന മുറാബിത്തൂൻ ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ ഒരു ഫൗണ്ടറും ഒരു ആർക്കിടെക്റ്റുമായി മാറുന്നത് ഈ യൂസുഫ് ഇബ്നു താഷ്ഫീനാണ്. അദ്ദേഹമാണ് മൊറോക്കോയെ ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹമാണ് മറാക്കഷ് ക്യാപിറ്റലായി സ്ഥാപിക്കുന്നത്. അതായത് മറാക്കഷ് സിറ്റി സ്ഥാപിക്കുന്നത് യൂസുഫ് ഇബ്നു താഷ്ഫീനാണ്. അദ്ദേഹമാണ് മുറാബിത്തൂൻ ഭരണകൂടത്തെ അന്ദലൂസിലേക്ക് വ്യാപിപ്പിക്കുന്നത്. അവിടെയുണ്ടായിരുന്ന ക്രിസ്ത്യൻ ഭരണകൂടങ്ങളെ പരാജയപ്പെടുത്തി, അതായത് സഗ്രജാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സലാക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രധാന യുദ്ധം ഉണ്ടാകുന്നുണ്ട്. സലാക്ക യുദ്ധം 1086 ആ യുദ്ധം സംഭവിക്കുന്നത്. ആ യുദ്ധത്തിലൂടെ ഇവരെ പരാജയപ്പെടുത്തുന്നു. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇബ്നു താഷ്ഫീൻ്റെ ഈ ഒരു പശ്ചാത്തലം കുരിശ് യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാരെല്ലാം കുരിശ് യുദ്ധക്കാർക്കെതിരെയുള്ള യുദ്ധത്തിനൊക്കെ വളരെ നല്ല പിന്തുണ നൽകിയിരുന്നുണ്ട്. ഇമാം ഗസാലിയുമായിട്ട് ഇബ്നു താഷ്ഫീൻ്റെ ബന്ധമുണ്ട്, നമുക്കത് വഴിയെ വിശദീകരിക്കാം. ഇബ്നു താഷ്ഫീനാണ് ഈ ഭാഗങ്ങളിലുള്ള അന്ദലൂസിലേക്കുള്ള ക്രിസ്ത്യൻ കുരിശ് യുദ്ധക്കാരുടെ വരവിനെ തടഞ്ഞത്. ഇബ്നു താഷ്ഫീനാണ് ഈ അദ്ദേഹത്തിൻ്റെ കാലത്തിലാണ് ഈ തായിഫ രാജാക്കന്മാരുടെ സഹായം ഇദ്ദേഹത്തെ അന്വേഷിച്ചാണ് എത്തുന്നത്. ഇദ്ദേഹത്തോട് സഹായിക്കാൻ ആവശ്യപ്പെടുകയും ഇബ്നു താഷ്ഫീൻ അന്ദലൂസ് ക്രോസ് ചെയ്തുകൊണ്ട് അൽഫോൺസോ ആറാമനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആണ് അന്ദലൂസ് അവരുടെ അധികാരത്തിലേക്ക് കീഴിൽ കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹിബ്നു യാസീനെ പോലെ തന്നെ
അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായിരുന്ന അല്ലെങ്കിൽ അതിൽ തന്നെ പെട്ട ഇബ്നു താഷിഫീൻ ഒരേപോലെ ഭക്തിയിലും നീതി നടപ്പിലാക്കുന്നതിലും അതിൻ്റെ കൂടെ മാലിക്കി മദ്ഹബിൻ്റെ ഒരു ഇത്തിബാ പിൻപറ്റുന്നതിലും വളരെ സൂക്ഷ്മത വഹിച്ച ഒരാളായിരുന്നു. ഈ മുറാബിത്തൂൻ ഭരണകൂടത്തിൻ്റെ ഒരു പ്രത്യേകത, അവർ അമീറുൽ മുസ്ലിമീൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. കാരണം ഈ ഖിലാഫ എന്ന് പറയുന്ന ഒരു അധികാര വ്യവസ്ഥ ഈ സ്പെയിൻ മൊറോക്കൻ ഭാഗത്ത് എല്ലാവരും ഉപയോഗിച്ചിരുന്നു. അബ്ബാസി കാലഘട്ടം, ഉമയ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഉമയ്യ കാലം സ്വതന്ത്രമായി മാറിയപ്പോൾ 929 അവരും ഖിലാഫ എന്ന് പറയുന്ന ഒരു പദം അവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മുവഹിദൂനെ കുറിച്ച് പറയുന്നുണ്ട്, അവരും ഖിലാഫ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം വന്ന പല ഡൈനാസ്റ്റികളും ഖലീഫന്മാർ എന്ന രീതിയിലാണ് സ്വയം പരിചയപ്പെടുത്തി. എന്നാൽ മുറാബിത്തൂങ്ങൾ അവർ ഖലീഫ എന്നതിന് പകരം അമീറുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് അവർ സ്വയം സ്വീകരിച്ചതായി കാണാം. കാരണം അവരതിൽ തൃപ്തിപ്പെടുകയാണ് ചെയ്തതെന്നാണ് ചരിത്രന്മാർ വിശദീകരിക്കുന്നത്. ഇബ്നു താഷിഫിൻ്റെ കാലഘട്ടം വളരെ മിലിറ്ററി പവർഫുള്ളായതും റിലീജിയസ്ലി പവർഫുള്ളായ ഒരു ഭരണകൂടമായിട്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വിവിധ ഗോത്രങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ ഏകദേശം 1106 അദ്ദേഹം മരണമടയുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ അലി ഇബ്നു യൂസുഫ് അധികാരത്തിൽ വരുന്നു. ഈ അലി ഇബ്നു യൂസുഫിൻ്റെ കാലഘട്ടം മുതൽ പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കാണാം. അബ്ദുല്ലാഹ് ഇബ്നു യാസീൻ, അബൂബക്കർ ഇബ്നു ഉമർ, യൂസുഫ് ഇബ്നു താഷ്ഫീൻ, ഈ ഭരണകർത്താക്കൾ ഏകദേശം എല്ലാ മുസ്ലിം സമൂഹങ്ങളുമായും നല്ല സ്നേഹത്തിലും വിവിധ ഐഡിയോളജികളുമായും വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടെങ്കിൽ പോലും ഒരു സന്തുലിതമായ ഒരു കാഴ്ചപ്പാട് സൂക്ഷിച്ചവരായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മകൻ അലി ഇബ്നു യൂസുഫിൻ്റെ കാലഘട്ടം മുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായതായി നമുക്ക് കാണാം. ഇമാം ഗസാലിയും ഇബ്നു താഷിഫിയും തമ്മിലൊരു ബന്ധം നമ്മൾ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം ഇമാം ഗസാലി ഈ മുറാബിത്തുൻ കാലഘട്ടത്തിൽ വളരെ വിവാദ നായകനായി മാറുന്നത് കാണാം അവരുടെ ചർച്ചകളിൽ. ഇബ്നു താഷിഫീൻ അദ്ദേഹത്തിൻ്റെ മതപരമായ താല്പര്യവും അതിൽ ഭരണകൂടത്തിൽ ഇസ്ലാം നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം, നീതി നിലനിർത്താനുള്ള താല്പര്യം, കുരിശുദ്ധക്കാർക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം, ഈ കാര്യങ്ങളെല്ലാം ചുറ്റുപാടുമുള്ള പണ്ഡിതന്മാരെ നന്നായി ആകർഷിച്ചിരുന്നു. അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ഇമാം ഗസാലി തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതനാണ് ഈ മുറാബിത്തുൻ കാലത്തുണ്ടായിരുന്നതാണ് അൽ തുർത്തുഷി എന്ന് പറയുന്ന പണ്ഡിതൻ. ഇത് വളരെ ഫേമസ് ആയ പണ്ഡിതനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. ഈ പണ്ഡിതന്മാർ ഈ ഇബ്നു താഷിഫീനെ നന്നായി അനുമോദിക്കുകയും ജിഹാദ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്ന നമുക്ക് തെളിവുകൾ കാണാം. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം ഇമാം ഗസാലിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ ഒന്നാണ് അവിടെ കുരിശ് യുദ്ധങ്ങൾ പല ഭാഗത്ത് ശക്തമായിരുന്ന പശ്ചാത്തലത്തിൽ ഇതിലൊന്നും മിണ്ടാതെ തസവുഫിലും ആധ്യാത്മികതയിലും ഫിലോസഫിയിലും മുഴുങ്ങിയ ഒരാളായിരുന്നു എന്ന് പറയുന്ന ഒരു വിമർശനമുണ്ട്. എന്നാൽ അതിന് ശക്തമായ മറുപടി നമുക്ക് ചരിത്രഗ്രന്ഥങ്ങളിൽ തന്നെ കാണാം. ഇമാം ഗസാലി ഇബ്നു താഷിഫീനെ ഈ പറയുന്ന കുരിശുദ്ധക്കാർക്കെതിരെയുള്ള യുദ്ധത്തിലും അതുപോലെ തന്നെ അക്രമം നടത്തുന്ന ത്വായിഫ് രാജകുടുംബങ്ങൾക്കെതിരെയും വളരെ എൻകറേജ് ചെയ്യുന്ന ഒരാളായിട്ടും നമുക്ക് ഇമാം ഗസാലിനെ കാണാം. അത് മാത്രമല്ല, ഇമാം ഗസാലി ഇദ്ദേഹത്തിൽ വളരെ ആകൃഷ്ടനായി അദ്ദേഹത്തെ കാണുവാൻ തിരിക്കുകയും അലക്സാണ്ട്രിയ വരെ എത്തിയെന്നാണ് ചരിത്രം. എന്നാൽ 500 ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റിൽ അദ്ദേഹം മരണപ്പെടുന്നതോടുകൂടി അദ്ദേഹം പിന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. ആ ഇമാം ഗസാലിയുടെ സ്വാധീനം പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ അലി ഇബ്നു യൂസുഫിൻ്റെ കാലഘട്ടത്തിലൂടെ ഇല്ലാതാവുന്നു എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത. അതായത് അതിന് പ്രധാനമായും കാരണം പറയുന്നത് പിന്നീട് അവിടെ നടക്കുന്ന വൈജ്ഞാനികമായ ചർച്ചകളിലൊരു വ്യത്യാസമാണ്. അതുവരെ ഈ ഫിലോസഫി അല്ലെങ്കിൽ തിയോളജി, സൂഫി, തസവുഫിനുള്ള താല്പര്യം, അതായത് അഖീദയും ശരീഅത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള തസവുഫി ചിന്തകളുടെ താല്പര്യങ്ങളും ഇതൊക്കെ ആ കാലത്തിലുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് രണ്ടാം പകുതിയിൽ സംഭവിക്കുന്നത് അവിടെ ഈ തസവുഫിനോട് വളരെ സംശയാസ്പദമായ ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ ഇൽമുൽ കലാം വളരെയധികം സജീവമാവുന്നതോടുകൂടി അതിൽ ഒരുപാട് അഖീദപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭരണകർത്താക്കളും പ്രത്യേകിച്ച് മാലിക്കി പണ്ഡിതന്മാരും ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് അവർ പിന്നീട് വന്ന ആൾക്കാർ ഇമാം ഗസാലിയുടെ രചനകളെ തന്നെ
കത്തിച്ചു കളയുവാനും അതാരെങ്കിലും കൈവെക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശിക്ഷ വിധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും പോയി. എത്രത്തോളം എന്നാൽ ഇമാം ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ, നമ്മൾ ഇമാം ഗസാലി എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ ഇഹ്യാ ഉലൂമുദ്ദീൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ കിതാബിനെതിരെ മുറാബിത്തുവിൻ്റെ രണ്ടാം പകുതിയിൽ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അവരൊക്കെയും അതിനെ സംശയാസ്പദമായിട്ടാണ് കണ്ടതെന്നാണ് ചരിത്രത്തിൽ കാണിക്കുന്നത്. അത് ആദ്യഘട്ടത്തിൽ വളരെ അനുകൂലമായ നിലപാട്, രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഇമാം ഗസാലിക്കെതിരെ ശക്തമായ വിമർശനം വന്നു. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ അവിടെ റിലീജിയസ് അതോറിറ്റി, മുറാബിത്തൂണിൻ്റെ കയ്യിലുണ്ടായിരുന്ന റിലീജിയസ് അതോറിറ്റി ഇമാം ഗസാലിയുടെ ഈ ഫേമിനെ, ഈ കീർത്തിയെ, പ്രസിദ്ധിയെ അവർ സംശയാലുക്കളായും അസൂയ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നുണ്ട്. കാരണം മാലിക്കി മദ്ഹബിൻ്റെ പണ്ഡിതന്മാരാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത്. ഇമാം ഗസാലി ഷാഫി മദ്ഹബിൻ്റെയും അഷ്അരി തിയോളജിയുടെയും ആളാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഈ ഒരു മദ്ഹബുകൾ തമ്മിലുള്ള പ്രശ്നം ഇമാം ഗസാലിയെ തള്ളിക്കളയുവാൻ ഇവരെ പ്രേരിപ്പിച്ചു എന്നും കൂടി നമുക്ക് കാണാം. അപ്പോൾ ജനങ്ങൾക്കിടയിൽ, പണ്ഡിതന്മാരുടെ നേതൃത്വമുള്ള ജനങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്തുവാൻ പിന്നീട് വന്ന മുറാബിത്തുൻ ഭരണകർത്താക്കളും ഈ പണ്ഡിതന്മാരെ പിന്തുണയ്ക്കുകയായിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രത്തോളം ഒരു ബന്ധം ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ വളരെ വിശദമായ ഒരു ചർച്ചയാണ്, ഞാനത് ചുരുക്കി പറഞ്ഞതാണ്. നിരവധി പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിലുണ്ട്. അതിൽ ഈ ഇബ്നു ബാജയെ പോലുള്ള പണ്ഡിതന്മാർ നമുക്ക് മുറാബിത്തുൻ കാലഘട്ടത്തിലും എണ്ണുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അദ്ദേഹം ഇബ്നു ബാജയെ പോലുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ അബുൽ ആല ഇബ്നു സുഹൂർ, അദ്ദേഹത്തിൻ്റെ നിരവധി രചനകളുണ്ട്. അബുൽ ആല ഇബ്നു സുഹൂറിൻ്റെ ചില രചനകൾ കിതാബു തദ്കിറ, കിതാബുൽ മുജറബാത്ത്, കിതാബുൽ അദ്വിയ അൽ മുഫ്രദ എന്നൊക്കെ പറയുന്ന വേറെ ഈ സയൻസ്, അതുപോലെ തന്നെ ബയോളജി, ഇങ്ങനെ ഈ മെഡിസിനുമായി ബന്ധപ്പെട്ട നിരവധി കിതാബുകളും ഈ അബുൽ ആല ഇബ്നു സുഹൂറിൻ്റെതായിട്ട് നമുക്ക് കാണാം. ഞാൻ പറയുന്നത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ചിലരെ പേര് മാത്രമാണ് പറയുന്നത്. അതിൽ അബൂബക്കർ അൽ തുർത്തുഷി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അബൂബക്കർ തുർത്തുഷി ഇബ്നു താഷിഫിൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ വളരെ സ്വാധീനം ചെലുത്തിയ ആളാണ്. അദ്ദേഹം മാലിക്കി മദ്ഹബിൻ്റെയും തഫ്സീർ, ഹദീസ്, ഉസൂലുൽ ഫിഖ് മേഖലകളിലൊക്കെ വളരെ പ്രസിദ്ധനായ ആളാണ്. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സിറാജുൽ മുലൂക്ക് പോലുള്ള രചന, അതുപോലെ തന്നെ അൽ ഹവാദിസ് വൽ ബിദ്അ എന്ന് പറയുന്ന രചന, അത് ബിദ്അഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിമർശനമാണ്. അതുപോലെ തന്നെ ഷർഹു റിസാലാത്ത് ഇബ്നു അബി സൈദ്, അദ്ദേഹത്തിൻ്റെ ഈ റിസാലാത്തുകളെ കുറിച്ച് മുഖ്തസർ, അദ്ദേഹത്തിൻ്റെ തഫ്സീറുണ്ട്, അതിൻ്റെ ഒരു മുഖ്തസർ നമുക്ക് കാണാം. അങ്ങനെ ഈ ലീഗൽ ഡിഫറൻസുമായി ബന്ധപ്പെട്ട ത്വരീഖ ഫിൽ മസാഇൽ ഖിലാഫ് എന്നൊക്കെ പറയുന്ന രചനകൾ ഈ തുർത്തുഷിയുടേതായിട്ട് നമുക്ക് കാണാം. ഒരുപക്ഷെ കേരളത്തിലൊന്നും ഈ രചനകൾ വലിയ പ്രചാരത്തിലില്ലെങ്കിൽ പോലും അന്നത്തെ സ്പെയിനിൻ്റെ ആദ്യകാല ചരിത്രത്തിൽ ഈ പണ്ഡിതന്മാർക്ക് വലിയ റോളുണ്ട്. അതിൽ മറ്റൊരാളാണ് ഇബ്നുൽ ഖത്താൻ. ഇബ്നു ഖത്താനും നിരവധി രചനകളുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ ഇവരുടെ രചനകൾ അധികവും ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അൽ ഇഖ്താഫി മസായിൽ ഇജ്മാനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്. അതുപോലെ തന്നെ അന്നസാ ഫിൽ ഖിയാസുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ രചനകൾ നമുക്ക് കാണാം. വേറെയും പല രചനകളും, ഞാൻ പ്രസിദ്ധമായ 2 രചനകളാണ് ഇവരെ പരാമർശിച്ചത്. മറ്റൊരു പണ്ഡിതനാണ് ഇബ്നുൽ ഖത്തീബ്. അതുപോലെ തന്നെ അബുൽ ഹസൻ അലി ഇബ്നു മുഹമ്മദ് അൽ ഗർനാത്തി എന്ന് പറയുന്ന മറ്റൊരു ഖുർആനിക് മുഫസ്സിറിനെ നമുക്ക് കാണാം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരാളാണ്. ഈ മുറാബിത്തുൻ കാലഘട്ടത്തിലും അദ്ദേഹത്തെ എണ്ണുന്നത് കാണാം, മുവഹിദീൻ കാലഘട്ടത്തിലും പരാമർശമുണ്ട്. അതിലാണ് ഇബ്നു തുഫൈൽ. ഇബ്നു തുഫൈലിൻ്റെ രചന ഈയടുത്ത് മലയാളത്തിൽ പോലും പബ്ലിഷ് ചെയ്തിരുന്നു, ഹൈ ഇബ്നു യഖ്ലാൻ. ഒരേ സമയം തന്നെ യുക്തി കൊണ്ടും അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്ന ഒരു വാദം സമർത്ഥിക്കുന്ന രചനയാണ് ഹൈ ഇബ്നു യഖ്ലാൻ. അത് ഇന്നും ഒരു ലോജിക്കൽ റീസണിങ് ചർച്ചകളിലെ ഏറ്റവും പ്രസിദ്ധമായ രചനയായി ഈ കിതാബ് മാറുന്നുണ്ട്. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ മുറാബിത്തൂങ്ങളുടെ ഒരു ചരിത്രം. മറ്റൊന്ന് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത് അൽ മുവഹിദുകളുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതൊരു ഡൈനാസ്റ്റിയും തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം ആദ്യം അവരുടെ ധാർമ്മികമായ പതനമാവും. അതിൻ്റെ കൂടെ തന്നെ ആഭ്യന്തരമായ അവർ നേരിടുന്ന കുടുംബ വഴക്ക്, അധികാര വടംവലി, കറപ്ഷൻ, കെടുകാര്യസ്ഥത, ഭരണമേഖലയിലുള്ള അപര്യാപ്തത, ഇതൊക്കെയും ആഭ്യന്തരമായ വിഷയങ്ങളാണ്. അതിൻ്റെ കൂടെ
പൊതുജനങ്ങൾക്കിടയിൽ അവർ ചെലുത്തിയ സമ്മർദ്ദങ്ങൾ, അതിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന മർദ്ദന പരമ്പര, ഇത് ജനങ്ങൾക്കിടയിൽ പുതിയ ഒരു ചിന്ത, റെവല്യൂഷൻ, ഒരു റിവോൾട്ട് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ പ്രേരിപ്പിക്കുകയും അതിൻ്റെ കൂടെ എക്സ്റ്റേണലായ ബാഹ്യമായ പലവിധ ശക്തികളും, അതായത് ഇവർ ദുർബലമാവുന്നതോടുകൂടി ചുറ്റുപാടുമുണ്ടായിരുന്ന പലവിധ ഡൈനാസ്റ്റികൾ വീണ്ടും അധികാരത്തിൽ വരാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വിവിധ പ്രശ്നങ്ങൾ നേരിടുന്നു. അതിൻ്റെ കൂടെ തന്നെ പുറത്തു നിന്നുള്ള ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ, ഈ അന്ദലൂസിന്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന ക്രിസ്ത്യൻ ഭരണകൂടങ്ങളുടെ നിരവധി അറ്റാക്കുകളും ഉണ്ടാവുന്നു. ഇത് അങ്ങനെ ബാഹ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെ കൂടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, മുറാബിത്തൂൻ എന്ന് പറയുന്നത് മതപരമായ മേഖലകളിൽ ഒരു പരിഷ്കരണ പ്രസ്ഥാനമായിട്ടാണ് ഉയർന്നു വന്നതെങ്കിൽ പോലും പിന്നീട് ഇമാം ഗസാലിനെ പോലുള്ള ആൾക്കാരെ ശത്രുവായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അതിനുശേഷം പിന്നീട് ഇൽമുൽ കലാം എന്ന് പറയുന്ന ചിന്തകൾ, ഫിലോസഫികൾ സജീവമാവുകയും അവിടെ അഖീദയിൽ ഒരുപാട് പ്രശ്നങ്ങൾ രൂപപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ തഷ്ബീഹ് പോലുള്ള വിഷയങ്ങളുണ്ടല്ലേ, അതായത് ആന്ത്രോപോഫോർമിസം പോലുള്ള, അതായത് പടച്ചവനെ രൂപം കൊടുക്കുന്ന രീതിയിൽ അള്ളാഹുവിന് രൂപം കൊടുക്കുന്ന അങ്ങനെയുള്ള ചർച്ചകൾ പോലും ഉണ്ടാവുന്നു. നമുക്ക് റീഇൻകാർണേഷൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, നമ്മുടെ അവതാര സങ്കല്പം പോലെ അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് പറയുന്ന കൈഫിയത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ അവർക്കിടയിൽ ശക്തമാവുന്നു. ഇതൊക്കെയും കൂടുതൽ പ്രശ്നമായ പശ്ചാത്തലത്തിലാണ് ആ ഭാഗത്തുണ്ടായിരുന്ന പ്രധാന പണ്ഡിതനായിരുന്ന ഇബ്നു തുമർത്ത്, അദ്ദേഹം ഇവർക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധമായി ഉയർന്നു വരികയും അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അൽ മുവഹിദൂൻ, ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി പ്രഘോഷിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിൽ ഈ പുതിയ വിഭാഗത്തിൻ്റെ രൂപീകരണത്തിനും കാരണമാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മതപരമായ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ അതിന് കാരണമുണ്ട്. പൊളിറ്റിക്കൽ വീക്ക്നെസ്, ഇന്റേണൽ വിഘടനം അതിന് കാരണമാവുന്നു. ഇബ്നു താഷഫീൻ്റെ മരണത്തിന് ശേഷം അലി ബിൻ യൂസഫിൻ്റെ കാലഘട്ടത്തോടുകൂടി അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഒരു സെൻട്രൽ അതോറിറ്റി അവരുടെ കയ്യിൽ നിന്ന് ഇല്ലാതാവുന്നു. അതുപോലെ തന്നെ സാമ്പത്തികവും സൈനികപരമായിട്ടുള്ള തകർച്ച ഇവരുടെ കാലത്തിൽ നേരിടേണ്ടി വരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഗോത്രവിഭാഗമായിരുന്ന ബെർബർ സമൂഹത്തിൻ്റെ സപ്പോർട്ട് അവർക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അവർക്കിടയിൽ തന്നെ പുതിയ വിപ്ലവകാരികൾ ഉയർന്നു വരാനുള്ള കാരണമാവുന്നു. ഇങ്ങനെയാണ് ഇബ്നു തുമർത്ത് പൊങ്ങി വരുന്നത്. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ മഹ്ദി എന്ന പേര് പോലും കൊടുത്തു എന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ അനുയായിയായിരുന്ന അബ്ദുൽ മുഅ്മിൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു ലീഡർഷിപ്പിലൂടെയാണ് ഭരണം സ്ഥാപിതമാവുന്നത്. എന്നാൽ അതിന് പ്രധാന കാരണമാവുന്നത് ഇബ്നു തുമർത്താണ്. ഇവരുടെ ഒരു കാലഘട്ടം ഏകദേശം മൊറോക്കോ, അതുപോലെ സിലിമസ, ഒറാൻ, ത്ലംജൻ, ജേത്ത, സാലെ, ഫെസ് അടക്കമുള്ള മറാക്കഷിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെയും ഇവർ 1147 പിടിച്ചെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അന്ദുലുസിൻ്റെയും വിവിധ ഭാഗങ്ങൾ, അതായത് മുറാബിത്തൂൻ ഏതൊക്കെ ഭാഗങ്ങളിൽ അവർ ഭരിച്ചിരുന്നോ ആ ഭാഗങ്ങളൊക്കെയും ഇവരുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിന് നേതൃത്വം വഹിച്ചത് ഇബ്നു തുമർത്താണ്. അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം നമുക്ക് അനിവാര്യമാണ്. അദ്ദേഹം വർഗാൻ എന്ന് പറയുന്ന സൂസ് പ്രദേശത്തെ ഒരു ട്രൈബൽ സൊസൈറ്റിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, അതായത് അഹ്ലു ബൈത്ത് ആണെന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. അദ്ദേഹം ഈ മസ്മുദ ബർബറുകൾക്കിടയിൽ ജനിച്ച ആളാണെന്ന് പറയുന്ന ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിൻ്റെ താരീഖിൽ വിശദീകരിക്കുന്നതും കാണാം. അതായത് ഒരു റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം അഹ്ലു ബൈത്തിലാണെന്നാണ്. എന്തു തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനം, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം എത്രത്തോളം എന്നാൽ അദ്ദേഹം വിജ്ഞാനം ആർജിക്കാൻ വേണ്ടി വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയായി. അത് അന്ദുലുസിൽ വന്നു, അതുപോലെ തന്നെ മക്കയിൽ പോയി, ബാഗ്ദാദിലെത്തി, അതുപോലെ തന്നെ അബൂബക്കർ തുർത്തുഷീനെയും ഇമാം ഗസാലിനെയൊക്കെയും കണ്ടു എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ അഷ്അരി, ഒരുപക്ഷെ ഇവരെ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ കണ്ടതുകൊണ്ടാവാം അദ്ദേഹം ഷാഫി മദ്ഹബിലും അഷ്അരി തിയോളജിയിലും ആകൃഷ്ടനായിരുന്നു എന്നാണ്. അങ്ങനെ 1121 അദ്ദേഹം ഈ മഗ്രിബ്, മൊറോക്കൻ ഭാഗത്തേക്ക് തിരിച്ചു വരികയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ റിഫോം ആരംഭിക്കുകയും ചെയ്തു. അതായത് മുറാബിത്തൂൻ ഭരണകർത്താക്കളുടെ മതപരമായ
വിഷയത്തിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി അവരുടെ തിയോളജികളെ വിമർശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൗഹീദിലേക്ക് തിരിച്ചു വരണമെന്ന് അദ്ദേഹം നാട്ടുകാരെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് കൂടുതൽ അനുയായികൾ ഉണ്ടാവുന്നത്. അതിലേറ്റവും ശക്തനായ അനുയായിയായിരുന്നു അബ്ദുൽ മുഅ്മിൻ എന്ന് പറഞ്ഞ പിന്നീട് ഖലീഫയായി മാറിയ അദ്ദേഹത്തിൻ്റെ പ്രധാന അനുയായി അബ്ദുൽ മുഅ്മിൻ. ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് ഇദ്ദേഹം കൂടുതൽ പൊളിറ്റിക്കലായ മൂവ് അദ്ദേഹം നടത്തുന്നത്. ഇത് എത്രത്തോളം എന്നാൽ അദ്ദേഹം അലി യൂസുഫ്, നേരത്തെ നമ്മൾ പരാമർശിച്ച അലി യൂസുഫ് അദ്ദേഹത്തെ മറാക്കഷിൽ നിന്ന് അദ്ദേഹത്തെ നാട് കടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തമായ വിമർശനം കാരണം ഇമാം ഗസാലിനെ പോലുള്ള പണ്ഡിതന്മാരുടെ ഒരു പിന്തുണ ഉള്ള അല്ലെങ്കിൽ അതിൽ ആകർഷകരായ ആൾക്കാർ, നല്ല പണ്ഡിതന്മാർ, ഉലമാൽ ഖൈർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വേർതിരിവ് നമുക്ക് കാണാമല്ലോ. ഭരണകർത്താക്കളെ ശക്തമായി വിമർശിക്കുന്ന നസീഹത്തുൽ മുലൂക്ക് പോലുള്ള രചനകൾ ഇമാം ഗസാലി എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ശക്തമായി ആകർഷിച്ച ഇബ്നു തൂമർത്ത് ഈ ഭാഗത്തെ ഭരണകൂടങ്ങളെ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നല്ല സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടി. എന്നാൽ 1130 അദ്ദേഹം മരണപ്പെടുന്നുണ്ട് മറാക്കഷിൽ വെച്ചുകൊണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഐഡിയോളജിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായിയായിരുന്ന അബ്ദുൽ മുഅ്മിന് ലഭിക്കുകയും അദ്ദേഹമാണ് മുവഹിദുകളെ ഒരു അധികാരത്തിലേക്ക് എത്തുകയും മുറാബിത്തുകളെ ആ ഭാഗത്തു നിന്ന് ഇല്ലാതാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ അബ്ദുൽ മുഅ്മിൻ ഭാഗത്ത് അധികാരത്തിലേറുന്നത്. ഈ ഇബ്നു തൂമർത്ത് വലിയൊരു പണ്ഡിതനും കൂടെ ആയിരുന്നു. അദ്ദേഹത്തിന് നിരവധി രചനകളുണ്ട്. ഒന്ന് കൻസുൽ ഉലൂമാണ്. കൻസുൽ ഉലൂമിലെ ഈ അഖീദപരമായ വിഷയങ്ങളും അതുപോലെ തന്നെ ഫിഖ്ഹി വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കിതാബാണ്. അത് ഈ മുവഹിദുകളുടെ വളർച്ചയിൽ പ്രധാന കാരണമായിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. മറ്റൊന്നാണ് ആസുമാ യുത്തുലബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. ഇത് അദ്ദേഹത്തിൻ്റെ അനുയായായിരുന്ന അബ്ദുൽ മുഅ്മിനിലേക്ക് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം കേട്ടെഴുതിയതാണെന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് അൽ മുർഷിദ. ഇതേപോലെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പറയുന്ന, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിതരണം ചെയ്ത സംസാരിക്കുന്ന കിതാബാണ് അൽ മുർഷിദ. ഇതിൻ്റെ കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾക്കും മറ്റുള്ള നേതാക്കന്മാർക്കും ഒക്കെ കത്തുകളും ഒക്കെ അയച്ചതായി പറയുന്നുണ്ട്. അതിൻ്റെ ചില കളക്ഷൻസും നമുക്ക് കാണാം. അതുപോലെ ഈ പറയുന്ന കറസ്പോണ്ടൻസ് അത് മതപരമായ ഒരു ബാധ്യതയെ ഉയർത്തിക്കാട്ടുന്നതായിരുന്നു എന്നും കൂടി നമുക്ക് ചരിത്രത്തിൽ കാണാം. അതായത് ഒരു ഭരണം സ്ഥാപിക്കാൻ വൈജ്ഞാനിക അടിത്തറയിൽ നിന്നുകൊണ്ട് കഴിഞ്ഞു എന്നതാണ് ഇബ്നു തൂമർത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊന്ന്, മുറാബിത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ സ്വീകരിച്ചത് ഇവർ ഖലീഫ എന്നുള്ള പദം എടുത്തു എന്നുള്ളതാണ്. അവർ ഖലീഫ എന്നും അതുപോലെ തന്നെ അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പദവും ഇവർ അതേപടി സ്വീകരിച്ചിരുന്നു. നമ്മൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ഇവർ അന്നത്തെ ആ നാട്ടിലൊക്കെയും ഒരുപാട് ഖിലാഫത്തുകളുണ്ട്. ഇവർക്ക് മുമ്പും പിമ്പും ധാരാളം ഖിലാഫത്ത് വന്നിട്ടുണ്ട്. ഈ ഫാത്തിമി ഡൈനാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് ജാമിഅത്തുൽ അസർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഫാത്തിമി ഡൈനാസ്റ്റിയാണ്. ഇന്ന് അവരെ നമ്മൾ ഷിയഈ ഡൈനാസ്റ്റി എന്നാണ് വിളിക്കുന്നത്. അവർ ഖിലാഫത്തായി അവർ സ്വയം പ്രഖ്യാപിച്ചവരാണ്. അതുപോലെ തന്നെ നമ്മൾ ഉമയ്യ ഡൈനാസ്റ്റി, അന്ദുലുസിലെ ഉമയ്യ ഡൈനാസ്റ്റി, അവർ ഖിലാഫത്തായി മാറി. ഹഫ്സിദികൾ, പിന്നീട് വന്ന ഭരണകർത്താക്കളായ ഹഫ്സിദി ഡൈനാസ്റ്റി, മരീദ് ഡൈനാസ്റ്റി, സയ്യാനിദ് ഡൈനാസ്റ്റി, ഇവരെല്ലാം ഖിലാഫത്ത് എന്ന രീതിയിലാണ് സ്വയം പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു പൊളിറ്റിക്കൽ ഒരു സ്റ്റാറ്റസ്കോ ഇവരും നിലനിർത്തുന്നതായിട്ടാണ് നമുക്ക് മുവഹിദുകളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. അബ്ദുൽ മുഅ്മിൻ്റെ ആ ഒരു ലീഡർഷിപ്പ് ഇവരുടെ ഒരു വളർച്ചയിൽ പ്രധാന ഘടകമാവുന്നുണ്ട്. അദ്ദേഹം 1130 ഷേഖ് ഇബ്നു തൂമർത്തിൻ്റെ മരണത്തിന് ശേഷം അധികാരമേറ്റെടുക്കുന്നത്, ആ വിഭാഗത്തിൻ്റെ അധികാരമേറ്റെടുക്കുന്നത്. അതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിനെ ഒരു ശക്തമായ ഒരു മിലിറ്ററി ഗ്രൂപ്പാക്കി മാറ്റുകയും അതിൻ്റെ ഭാഗമായി നിരവധി ഭാഗങ്ങളിലേക്ക് മിലിറ്ററി ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് മുറാബിത്തുകളെ പരാജയപ്പെടുത്തുകയും അവിടെ മുവഹിദൂൻ ഡൈനാസ്റ്റി സ്റ്റേറ്റ് ശക്തമായി സ്ഥാപിക്കാനും കഴിഞ്ഞു. 1146-47 ഘട്ടങ്ങളിൽ മറാക്കഷ് അവർ പിടിച്ചെടുക്കുന്നതോട് കൂടിയിട്ടാണ് മുറാബിത്തുൻ ഭരണം ഇല്ലാതാക്കുകയും മൊറോക്കോ, നോർത്ത് ആഫ്രിക്ക, സ്പെയിനിൻ്റെ ഭാഗങ്ങളിലൊക്കെയും നീണ്ട തരത്തിൽ അധികാരം നിലനിർത്തുന്ന വിഭാഗമായി മുവഹിദുകൾ മാറുകയും ചെയ്യുന്നത്. പിന്നീട് ഈ അബ്ദുൽ മുഅ്മിനിൻ്റെയും അദ്ദേഹത്തിൻ്റെയും പിൻഗാമികളും ഈ അന്ദുലുസിലേക്കും കൂടുതൽ വിശാലമാക്കുന്നത് നമുക്ക് കാണാം. അതായത് ഒന്ന് അബൂ യാക്കൂബ് യൂസുഫിൻ്റെ കാലഘട്ടം, അതുപോലെ തന്നെ യാക്കൂബ് മൻസൂറിൻ്റെ കാലഘട്ടം. ഈ രണ്ട് കാലഘട്ടം വളരെ പീക്ക് എത്തിയ കാലഘട്ടമായിട്ടാണ് വിശദീകരിക്കുന്നത്. അതായത് അബൂ യാക്കൂബ് യൂസുഫ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം
1163 മുതൽ 1184 വരെയുള്ള കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടവും അതിനുശേഷമുള്ള യാക്കൂബ് അൽ മൻസൂർ 1184 മുതൽ 99 വരെയുള്ള കാലഘട്ടം വളരെ പീക്കായ കാലഘട്ടമായിട്ടാണ് ഇവരുടെ ഭരണകൂടത്തെക്കുറിച്ച് പറയുന്നത്. എന്നാൽ പിന്നീട് 1212 ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ലാസ് നവാസ് ദെ തോൾസ എന്ന് പറയുന്ന ഒരു യുദ്ധം സംഭവിക്കുന്നു. ആ യുദ്ധത്തിൽ അതായത് കുരിശുദ്ധക്കാരുമായിട്ടുള്ള യുദ്ധമാണ്. അവരെ യുദ്ധം സംഭവിക്കുകയും അതിൽ അവർ പരാജയപ്പെടുന്നതോടുകൂടി അവർ അധികാരം പ്രധാനമായും നഷ്ടപ്പെടാൻ കാരണമാകുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റേണൽ സ്ട്രഗിൾ ഉണ്ടാവുന്നു, അധികാരം നഷ്ടപ്പെടുന്നു, മിലിറ്ററി നഷ്ടപ്പെടുന്നു, സാമ്പത്തിക നഷ്ടമുണ്ടാവുന്നു, ഇത് ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ 1269 അവർ പൂർണ്ണമായും ഈ അധികാരം നഷ്ടപ്പെടുകയും മരീനിദ് എന്ന് വിളിക്കപ്പെടുന്ന പുതിയൊരു മുസ്ലിം ഡൈനാസ്റ്റി ആ ഭാഗത്ത് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയേണ്ട ചരിത്രം 1121 ഇബ്നു തൂമർത്ത്, ഷേഖ് ഇബ്നു തൂമർത്ത് തുടങ്ങി വെച്ച മുവഹിദൂൻ ചരിത്രം അവസാനിക്കുന്നത് 1269 ഈ യുദ്ധത്തിലൂടെ അവർ പരാജയപ്പെടുകയും അന്ന് അവസാനം ഉണ്ടായിരുന്നത് മുഹമ്മദുൽ നാസിർ എന്ന് പറയുന്ന ഖലീഫയാണ്. അദ്ദേഹമാണ് അന്നുണ്ടായിരുന്ന ഈ കാസിൽ, ലിയോൺ, നവാരെ എന്ന് പറയപ്പെടുന്ന 3 കിങ്ഡംസ് ഒരുമിച്ച് കൂടിക്കൊണ്ട് അൽഫോൺസോ 8 നേതൃത്വത്തിലുള്ള ഈ സൈന്യത്തെ നേരിടുവാൻ ഇദ്ദേഹം കഴിയാതാവുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം അധികാരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി അവിടെ പിന്നീട് വീണ്ടും ഛിദ്രത ഈ പറയുന്ന സ്പെയിൻ ഭാഗത്ത് രൂപപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുറാബിത്തൂൻ്റെ കാലഘട്ടം അവർ അധികാരത്തിൽ വരാൻ കാരണം ഈ ത്വായിഫ് ഭരണകൂടങ്ങളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുതന്നെ നമുക്ക് പിന്നെയും കാണാം. മുവഹിദൂൻ അധികാരം നഷ്ടപ്പെടുന്നതോടുകൂടി വീണ്ടും അവിടെ പുതിയ ഭരണകൂടങ്ങൾ ഉണ്ടാവുന്നു. മൊറോക്കൻ ഭാഗത്ത് മരീനിദ് ഭരണകൂടം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഈ നോർത്ത് ആഫ്രിക്കയുടെ ഇഫ്രീഖിയ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്ത് ഹഫ്സിദ് ഭരണകൂടം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ത്ലംജൻ, സെൻട്രൽ മഗ്രിബ്, ഈ മൊറോക്കോയുടെ സെൻട്രൽ ഭാഗങ്ങളിൽ സയ്യാനിദ് ഭരണകൂടം ഉണ്ടാകുന്നു. അങ്ങനെ ഗ്രാനഡയിൽ അവിടെ നസ്രി ഭരണകൂടവും ഉണ്ടാകുന്നു. ഇങ്ങനെ വീണ്ടും ത്വായിഫ് ശക്തമാവുന്ന ഒരു കാലഘട്ടവും കൂടി ഉണ്ടാവുന്നതോടുകൂടി ഇവരുടെ രണ്ടുപേരുടെയും പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ പണ്ഡിതൻ ഇബ്നു റുഷ്ദാണ്. നമുക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത തരത്തിൽ ബിദായത്തുൽ മുജ്തഹിദ് വ നിഹായത്തുൽ മുഖ്തസദ് എന്ന് വിളിക്കപ്പെടുന്ന, ഇന്നും കേരളത്തിൽ തന്നെ പല സ്ഥാപനങ്ങളും പഠിപ്പിക്കപ്പെടുന്ന കിതാബ് ഇദ്ദേഹത്തിൻ്റെതാണ്. ഇമാം ഗസാലിക്കെതിരെ ഒരു ശക്തമായ തഹാഫുത്തുൽ ഫലാസിഫ എന്ന് പറയുന്ന കിതാബിനെതിരെ ശക്തമായ വിമർശനം എഴുതിയ തഹാഫുത്ത് ഇദ്ദേഹത്തിൻ്റെ കിതാബാണ്. അതുപോലെ തന്നെ ഫസ്ലുൽ മഖാൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വേറെയും രചനകളുണ്ട്. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ പോലുള്ള ആൾക്കാർക്ക് തഫ്സീർ എഴുതിയ എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് ഇബ്നു റുഷ്ദിനെ കുറിച്ച് പറയാം. ഇദ്ദേഹമല്ലാതെ വേറെയും പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിലുണ്ട്. മത പഠനങ്ങളിൽ ഷാഫി, മാലിക്കി, അഷ്അരി, അതുപോലെ തന്നെ മാതുരിദി അടക്കമുള്ള വിവിധ തിയോളജിക്കൽ ഗ്രൂപ്പുകളെ കുറിച്ച് നിരവധി പഠനങ്ങളും ഹദീസ് പഠനങ്ങളും എല്ലാം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. കവിത, സാഹിത്യം, അതുപോലെ തന്നെ സയൻസിൻ്റെ, മെഡിസിൻ അടക്കമുള്ള വിവിധ മേഖലകളിൽ ഈ കാലത്ത് സജീവമാവുന്നതും നമുക്ക് കാണാം. ഈ പറയുന്ന മുവഹിദുകളുടെ കാലഘട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആർക്കിടെക്ചർ, ഈ രണ്ടുപേരുടെയും ആർക്കിടെക്ചറും പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ രണ്ട് ഭരണകൂടങ്ങളും അവരവരുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ല ബിൽഡിങ്ങുകൾ രൂപീകരിക്കാൻ അവർ ശ്രമിച്ചു. പ്രത്യേകിച്ച് സിംപ്ലിസിറ്റിയും അതിൻ്റെ ഒരു സ്ട്രെങ്തും അവർ രൂപീകരിച്ച ആർട്ടിലും ആർക്കിടെക്ചറിലും നിലനിർത്താൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. വളരെ മിനിമലായ ഡെക്കറേഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് അവരുടെ ബെർബർ ഗോത്രത്തിൻ്റെ ഒരു മാനവും, അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് മുറാബിത്തുൻ വിഭാഗം അവരുടെ മതപരമായ മാനവും വളരെ വ്യക്തമാക്കുന്ന തരത്തിൽ വളരെ മിനിമലായ ഡെക്കറേഷൻ ആയിരുന്നു മുറാബിത്തുൻ കാലത്തുണ്ടായിരുന്നതെന്ന് ചരിത്രം നമുക്കിപ്പോഴും അത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ യൂസുഫ് ഇബ്നു താഷിഫീൻ അദ്ദേഹം മറാക്കഷ് സ്ഥാപിക്കുമ്പോൾ അവിടെ ഒരുപാട് പള്ളികൾ സ്ഥാപിക്കുന്നുണ്ട്, ഫോർട്ടുകൾ സ്ഥാപിക്കുന്നുണ്ട്, പൊതു ആവശ്യാർത്ഥമുള്ള ബിൽഡിങ്ങുകൾ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതെല്ലാം അതിൻ്റെ സൈസ്, സ്ട്രെങ്ത്, അതിൻ്റെ വലിപ്പം എല്ലാത്തിലും അദ്ദേഹം ഒരു സിമ്പിളായ
ഒരു മാനം നിലനിർത്തിയെന്നാണ്. കാരണം മുറാബിത്തൂൻ കുറച്ചും കൂടി അഖീദ ശരീഅത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന വിഭാഗമായിരുന്നു എന്നതുകൊണ്ട് ആ ഒരു സൂക്ഷ്മത മാലിക്കി മദ്ഹബിനുണ്ടായിരുന്ന ആ ഒരു സൂക്ഷ്മത ഈ ഒരു വിഷയത്തിൽ അവർ കാണിച്ചിരുന്നു എന്നാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത്. നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെയും ഒരു സിംപ്ലിസിറ്റി അല്ലാതെയും കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ ഡോംസ്, ബിൽഡിങ്ങുകളുടെ മുകളിലുള്ള ഡോംസ്, അതുപോലെ തന്നെ ആർച്ചുകൾ പണിയുന്ന കാര്യത്തിലും ഈ ലേറ്റർ കാലഘട്ടത്തിൽ അവരുടെ ആർക്കിടെക്ചറിലൊക്കെയും കൂടുതൽ വികാസം സംഭവിച്ചു എന്നും നമുക്ക് കാണാം. എന്നാൽ മുവഹിദുകളുടെ കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ വളരെ വിശാലമായ ഒരു തരത്തിലുള്ള എക്സ്പ്രഷൻ, ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ കൂടുതൽ ഈ മുവഹിദുകളുടെ അവരുടെ ആർട്ടിലും ആർക്കിടെക്ചറിലും കാണുവാൻ കഴിയും. കൂടുതൽ പവർഫുള്ളായ, കൂടുതൽ വെൽത്തിയായ ഒരു കാലഘട്ടം കൂടിയായിരുന്നല്ലോ അവരുടേത്. അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള ഒരു സാമ്പത്തികമായ വിനിയോഗം അവരുടെ ആർക്കിടെക്ചർ മേഖലകളിലും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ ഗ്രാൻഡ്വറായ, വളരെ ആർക്കിടെക്ചർ തന്നെ വളരെ മോനുമെൻ്റലായ ഒരു രീതിയിലുള്ള പണിയുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ പള്ളികൾ, വലിയ കൊട്ടാരങ്ങൾ, വലിയ സിറ്റി ഗേറ്റുകൾ, അതുപോലെ തന്നെ മൊറോക്കോ, അന്തുലുസ് ഭാഗങ്ങളിലുള്ള വലിയ കോട്ടകളൊക്കെയും ഈ കാലത്തിൽ വളരെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് സെവില്ലെ ഭാഗത്തുള്ള അവരുടെ ഗ്രേറ്റ് മോസ്ക്, വലിയ പള്ളി, അതുപോലെ തന്നെ ഗിരാൾഡയിലുള്ള ഫേമസ് ആയ മിനാരറ്റ്, അതുപോലെ തന്നെ കുത്തുബിയ, മറാക്കഷിലുള്ള കുത്തുബിയ മോസ്ക്, അങ്ങനെ മറാക്കഷിലെയും റബത്തിൻ ഭാഗത്തുള്ള വിവിധ തരത്തിലുള്ള വലിയ സിറ്റി മതിലുകൾ എല്ലാം ഇവരുടെ കാലത്ത്, മുവഹിദുകളുടെ കാലത്ത് കുറച്ചും കൂടി സജീവമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു പൊതുവായ പ്രത്യേകത വലിയ ലാർജായ വലിയ ബിൽഡിങ്ങുകളും നീളത്തിലുള്ള ഒരു ബിൽഡിങ്ങുകളൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു പ്രത്യേകത. മറ്റേതിനേക്കാളും കുറച്ചും കൂടി വിശാലമായ നീളത്തിലുള്ള ലാർജായ മിനറുകളും വലിയ മിനരറ്റുകളും ഇവരുടെ കാലത്തുണ്ടായിരുന്നു. ആ തരത്തിൽ അവരുടെ ഡെക്കറേഷൻ മുറാബിത്തിൽ നിന്ന് കുറച്ചും കൂടി വളരെ ലക്ഷൂറിയസ് ആയ തരത്തിലേക്ക് മാറ്റം വരുന്നു എന്ന് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഖലീഫ മൻസൂറിൻ്റെ കാലഘട്ടത്തിലൊക്കെയും കൂടുതൽ ലാവിഷായ ഈ തടികളും മറ്റുള്ള കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. സെവില്ലെ പള്ളിയിലെ മിമ്പർ അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ടാണ്. സാൻഡൽവുഡ്, അതായത് നമ്മൾ തേക്കൊക്കെയും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള വളരെ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട അവരുടെ ആർക്കിടെക്ചർ നമുക്ക് കാണാം. ഈ തരത്തിൽ മുവഹിദുകൾ മുറാബിത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടി വർണ്ണാഭമായ, കുറച്ചും കൂടി പ്ലസൻറ്റ്ഫുള്ളായ, എന്നാൽ അതിൻ്റെ കൂടെ ലക്ഷൂറിയസ് ആയ ഒരു തരത്തിലേക്ക് ആർട്ടും ആർക്കിടെക്ചറിലും അവരുടെ ഒരു സൗന്ദര്യ സങ്കല്പം വികസിച്ചിരുന്നതായി നമുക്ക് കാണാം. ഈ തരത്തിൽ ഈ രണ്ട് ഭരണകൂടങ്ങളും സ്പെയിനിൻ്റെ വളർച്ചയിലും അവിടുത്തെ മുസ്ലിങ്ങളുടെ ഒരു ഉയർച്ചയിലും വൈജ്ഞാനികവും അതുപോലെ തന്നെ സാമ്പത്തികവും രാഷ്ട്രീയപരമായ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചവരാണ്. എല്ലാ ഡൈനാസ്റ്റികളും തകരുന്നത് പോലെ ഇവർക്കും ആഭ്യന്തരമായ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് അവരും തകർന്നത്. എന്നാൽ ഇവരുടെ പീക്കായ കാലഘട്ടത്തിലെല്ലാം ഇസ്ലാമിനോടും ജനങ്ങളോടും ഭരണത്തോടും വളരെ കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിരുന്ന ഭരണകൂടങ്ങളായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.